താൻ ഇന്ന് കാണുന്ന നിലയിലേക്ക് എത്താൻ കാരണം അതുതന്നെയാണ്. അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ മനസ്സിലൊരു നെടുവീർപ്പ് വരും. മറ്റാരെങ്കിലും അവരുടെ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ആലോചിക്കുകയും ഒരു നെടുവീർപ്പ് വരികയും ചെയ്യും. അമ്മ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷവും വരും, സങ്കടവും വരും. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം കുറെ കാശുണ്ടാക്കാനായതും അറിയപ്പെടുന്നതും ഒന്നുമല്ല, ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകളായി ജനിക്കാൻ കഴിഞ്ഞു എന്നതാണ്. എവിടെ പോയാലും നീ കഴിച്ചോ, നീ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന രണ്ടേ രണ്ട് ആൾ മാത്രമേ ലോകത്തുള്ളൂ, അത് അച്ഛനും അമ്മയുമാണ്. കണ്ണുള്ളപ്പോൾ കണ്ണിന്റെ വില അറിയില്ല എന്ന് പറയുന്നത് പോലെ മുൻപൊക്കെ സ്റ്റാർ മാജിക്കിന്റെ സെറ്റിലുള്ളപ്പോൾ അമ്മ വിളിച്ചു ചോദിക്കുമ്പോൾ ഒന്ന് വയ്ക്കമ്മേ, വെറുതെ വിളിച്ചുകൊണ്ടിരിക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഇപ്പോൾ വിഷമം തോന്നും. ഇപ്പോൾ ഞാൻ സുഹൃത്തുക്കളോടൊക്കെ പറയും അങ്ങനെയൊന്നും പറയരുതേ എന്ന്. ബിഗ് ബോസിനകത്ത് വെച്ച് തൻ്റെ അമ്മയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അമ്മയുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വരെ ആഗ്രഹിച്ചിരുന്നു എന്നും അനുമോൾ പറയുന്നു. എപ്പോഴത്തെയും പോലെ അനുവിൻ്റെ വീഡിയോകളും ഫോട്ടോകളും എത്തുമ്പോൾ ആരാധകർ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, ഈ പയ്യനെ നീ വിട്ടുകളയരുത്, നല്ല ചെക്കനാണ്, തമിഴ്നാട്ടുകാരൻ ചെക്കനാണ് എന്നൊക്കെ. 33 വയസ്സുണ്ട് അനുവിന് എന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിക്കുന്നത്. ഈ പ്രായത്തിൽ അനുവിന് ഏറ്റവും നല്ല വരനെ തന്നെയാണ് കിട്ടിയത് എന്നും, എങ്കിലും നമ്മുടെ ചടങ്ങ് നമ്മൾ നടത്തണമല്ലോ എന്നൊരു ആവേശത്തിലാണ് അമ്മായി അമ്മയ്ക്ക് സമ്മാനം കൊടുക്കാൻ അനു തീരുമാനിക്കുന്നത്. വലതുകാൽ വെച്ച് വീട്ടിലേക്ക് കയറുമ്പോഴാണ് അമ്മായി അമ്മയ്ക്ക് സമ്മാനമായി കൊടുക്കുന്നത്. അത് സ്വർണം തന്നെയായിരിക്കും എപ്പോഴും കൊടുക്കാറുള്ളത്. സ്വർണം, ഡ്രസ്സ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. നല്ല സാരിയോ സ്വർണമോ വളയോ മാലയോ മോതിരമോ അങ്ങനെ എന്തെങ്കിലും അമ്മായി അമ്മയ്ക്ക് അണിയിച്ചു കൊടുത്തിട്ടാണ്, അമ്മായി അമ്മയെ സന്തോഷിപ്പിച്ചിട്ടാണ് ആ വീട്ടിലേക്ക് ആ മരുമകൾ കയറുന്നത്. അതുപോലെ തന്നെ അമ്മായി അമ്മ മകൾക്കും മരുമകൾക്ക് സമ്മാനം കൊടുക്കാറുമുണ്ട്. എന്നാൽ അനുവിൻ്റെ സമ്മാനം കിട്ടിയപ്പോൾ അമ്മായിയമ്മ പറഞ്ഞത്, എനിക്കിതൊന്നും തരേണ്ട ആവശ്യമില്ല, നീ എൻ്റെ മരുമകളല്ല മകൾ ആണെന്നാണ്. ഭുവൻ ആ അമ്മയുടെ ഒരൊറ്റ മകനാണ്. അമ്മയും മകനും മാത്രമുള്ള ആ ലോകത്തേക്ക് ഇപ്പോൾ അനുവും കൂടി എത്തിയിരിക്കുകയാണ്. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ സന്തോഷം. ഇപ്പോൾ എനിക്ക് ഒരു മകനല്ല 2 മക്കളാണെന്നാണ് ഭുവൻ്റെ അമ്മ. അനു ഇപ്പോൾ തനി നാടൻ ഭാര്യയായി മാറിയിരിക്കുന്നു. തമിഴകത്തെ ഭുവൻ്റെ പെണ്ണായി, തമിഴ്നാട്ടിലെ മരുമകളായി ഇപ്പോൾ അനു അവിടെ വീട്ടിലേക്ക് ചെന്ന് കയറിയിരിക്കുകയാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. സിമ്പിളായി സെറ്റ് മുണ്ടൊക്കെ ഉടുത്ത്, സിന്ദൂരമിട്ട്, വേറെ മേക്കപ്പോ അമിതമായ ആഭരണങ്ങളോ ഒന്നുമില്ലാതെ താലിയും ഒരു മാലയും മാത്രം അണിഞ്ഞുകൊണ്ട് സിമ്പിളായിട്ടാണ് അനു പോകുന്നത്. ഭുവനൊപ്പം അനു ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയെന്നാണ് ആരാധകർ പറയുന്നത്. ഭുവൻ്റെ വീട്ടിലെത്തിയപ്പോൾ എല്ലാവരും അനുവിനെയും ഭുവനെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അനുവിൻ്റെ കാല് കഴുകി നിലവിളക്ക് കൊടുത്തിട്ടാണ് ഭുവൻ്റെ അമ്മ അനുവിനെ ആ വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്നത്. നിലവിളക്കം കൊണ്ട് പൂജാമുറിയിലേക്ക് പോകുന്ന അനു അവിടെ നിലവിളക്ക് കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അനുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ജീവിതം സ്വപ്ന തുല്യമായൊരു ജീവിതമാണ് അനുവിന് കിട്ടിയിരിക്കുന്നത്. അത് അനു ആഘോഷിക്കുക തന്നെ ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുമാത്രമല്ല, സാധാരണ കാണുന്ന അനുവിനെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും അനുവിനെ കാണുന്നത് നല്ല മേക്കപ്പോടെ, നല്ല പോലെ ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ വളരെ സിമ്പിളായി സിന്ദൂരമൊക്കെ അണിഞ്ഞ് അനുവിനെ കാണുമ്പോൾ വല്ലാത്തൊരു സൗന്ദര്യം തന്നെ തോന്നുന്നുണ്ടെന്നാണ് ആരാധകർ